അപ്പോൾ അടുത്ത കാഴ്ച ബാപ്റ്റിസ്ട്രിയുടെ കാഴ്ചയാണ്. ഇവിടുത്തെ ഈ ബാപ്റ്റിസ്ട്രി തീർച്ചയായും ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഒന്നാമത് 1152 മറ്റോ ആണ് ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഏകദേശം ഒരു നൂറ്റാണ്ടോളം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നിക്കോളായും ജിയോവാനി പിസാനോയും കൂടെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ പരിശ്രമിച്ചത്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉള്ളത്, ഗലീലിയോയെ ബാപ്റ്റൈസ് ചെയ്തത് ഈ ബാപ്റ്റിസ്ട്രിയിൽ ഉള്ളിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബാപ്റ്റിസ്ട്രിയിൽ ഒന്നാണ് ഇതെന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ ഇവിടെ നമുക്ക് കാണാം സാന്റാ മറിയ ചർച്ച് കാണാം, മനോഹരമായ സാന്റാ മറിയ ചർച്ച്. അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഈ ബാപ്റ്റിസ്ട്രി ഉള്ളത്. ഇവിടെ നമുക്കൊരു കമ്പൈൻഡ് ടിക്കറ്റ് വാങ്ങിക്കാൻ പറ്റും. ഈ കത്തീഡ്രലിൻ്റേതും പീസ ടവറിൻ്റേതും ബാപ്റ്റിസ്ട്രിയുടേതും പിന്നെ സെമിത്തേരിയുടേതും ഒക്കെ ഉൾപ്പെടെയുള്ള കമ്പൈൻഡ് ടിക്കറ്റ് വാങ്ങിച്ച് നമുക്ക് ഈ കാഴ്ചകളെല്ലാം പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഈ ബാപ്റ്റിസ്ട്രിയുടെ ആ ഫ്രണ്ട് ഭാഗത്ത് മുൻഭാഗത്തൊക്കെ അനേകം ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സ്കൾപ്ചേഴ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും മുൻഭാഗത്തായി മഡോണയുടെ ഒരു സ്കൾപ്ചർ കാണാം. കുഞ്ഞിനെയുമായി നിൽക്കുന്ന മറിയമിൻ്റെ ഒരു സ്കൾപ്ചർ. മാർബിൾ തൂണുകളൊക്കെ എങ്ങനെയാണ് കാർവ് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് നോക്കുക. അതിമനോഹരമായ വർക്കുകളാണ് ഇതൊക്കെ. ശരിക്കും മാർബിളിനകത്ത് കാർവ് ചെയ്തെടുത്തിരിക്കാം, കൊത്തുപണികളാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാം ചെറുതും വലുതുമായ തൂണുകൾ. അവയിലെല്ലാം പല രൂപങ്ങളൊക്കെ കൊത്തി വച്ചിരിക്കുകയാണ്. ഇതിനുള്ളിലേക്ക് നമുക്ക് കയറി ചെല്ലാം. അങ്ങനെ നമ്മൾ ബാപ്റ്റിസ്ട്രിയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഒരു വലിയ ടവർ പോലെയാണ് ഈ മന്ദിരം. ആദ്യം നമുക്കിതിനെ ചുറ്റും നടന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താം. അപ്പോൾ ഇവിടെയൊക്കെയുള്ള ചില ഗ്ലാസ് പെയിൻറ്റിങ്ങുകളുണ്ട്. വലിയ കോളംസാണ്, വലിയ തൂണുകളിലാണിത് ഈ സ്ട്രക്ചർ നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ ഈ സാന്റാ മറിയ ചർച്ചിനുള്ളിൽ കണ്ടതുപോലെയുള്ള ഒരു പൾപ്പിറ്റ് കാണാം. അതിമനോഹരമായ രൂപങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കിയ ഒരു പൾപ്പിറ്റ്. നിക്കോളാസ് പിസാനോ ആണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കുറച്ച് കണ്ടു. ഇനി നമുക്ക് മേളിൽ ആ ഭാഗത്തായിട്ട് നമുക്ക് കയറി നിന്ന് താഴേക്കുള്ള കാഴ്ചകൾ കാണാം. ഇതുവഴി ഒരു എൻട്രൻസ് ഉണ്ട്. ഇതും പിസ ടവറിലേക്ക് കയറിയതുപോലെ ഉള്ള ഒരു കൽപ്പടവുകളാണ്, മാർബിളാണ്. അപ്പോൾ ഈ കൽപ്പടവുകൾ കയറി നമ്മളിതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. വിശാലമായ ഏറിയാണ്, ഉണ്ടല്ലേ? വലിയ ബാൽക്കണി പോലെ. ഇവിടെ നിന്ന് നമുക്കതിൻ്റെ താഴെയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ പണ്ട് പല പ്രമുഖ വ്യക്തികളെയും ബാപ്റ്റൈസ് ചെയ്യാൻ ഉപയോഗിച്ചത്, ഗലീലിയോ ഉൾപ്പെടെയുള്ളവരെ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ബാപ്റ്റൈസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഉള്ള ഒരു നിർമ്മിതിയായിരുന്നു. അവിടെയുള്ള ഫ്ലോറിൻ്റെ വർക്കുകളൊക്കെ എത്ര മനോഹരമാണെന്നുള്ളത് നോക്കുക. ആ കാലഘട്ടത്തിലൊക്കെ എത്ര കലാബോധമാണ് ഉണ്ടായിരുന്നത്. ആ നൈപുണ്യം, ഈ വർക്കുകളൊക്കെ ചെയ്യുന്നതിനുള്ള ആ നൈപുണ്യം, ഇതൊക്കെ നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അതുപോലെ ഈ ഓരോ കോളംസിൻ്റെയും മുകൾ ഭാഗത്തൊക്കെയുള്ള കാർവിങ്സ്, വർക്കുകൾ എല്ലാം കൊണ്ടും അതിഗംഭീരം തന്നെയാണ്. അങ്ങനെ ബാപ്റ്റിസ്ട്രിയുടെ കാഴ്ചകളൊക്കെ കണ്ടു. മുമ്പ് പറഞ്ഞ പോലെ 1565 ഗലീലിയോ പോലെയുള്ളവരെയൊക്കെ ബാപ്റ്റൈസ് ചെയ്ത ഒരു സ്ഥലം എന്ന നിലയ്ക്ക് വളരെ പ്രശസ്തി ആർജിച്ച
ഈ മന്ദിരത്തിൻ്റെ കാഴ്ചകളും ഒക്കെ അവസാനിപ്പിച്ച് ഇനിയും നമ്മൾ പോകുന്നത് ഈ ചുറ്റുവട്ടത്ത് തന്നെയുള്ള, അതായത് ഈ സ്ക്വയറിന് പറയുന്നത് സ്ക്വയർ ഓഫ് മിറക്കിൾ അല്ലെ മിറക്കിൾ സ്ക്വയർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ മറ്റൊരു കാഴ്ചയും കൂടെ നമുക്കായി കാത്തിരിപ്പുണ്ട്, ഒരു സെമിട്രി. അതിനെപ്പറ്റിയുള്ള കഥകളും കൂടെ നമുക്ക് ഓൺ ദ വേ പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാം സമയം കളയാതെ. ക്യാമ്പോ സാൻറ്റോ എന്ന് കേൾക്കുമ്പോൾ എന്താണ് സംഭവം എന്നൊന്നും വിചാരിക്കേണ്ട. സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു സെമിറ്റേരിയാണ് ആക്ച്വലി. പ്രമുഖരായ പല വ്യക്തികളെയും അടക്കം ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. 1277 ഇത് നിർമ്മിക്കപ്പെട്ടത്. അത്രയും പുരാതനമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. പക്ഷേ ഇതിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് നിർമ്മിക്കാൻ വേണ്ടി, ഇതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടാൻ വേണ്ടി മണ്ണ് കൊണ്ടുവന്ന എവിടെ നിന്നാണെന്ന് അറിയാമോ? അങ്ങ് ഗോൽഗൊഥായിൽ നിന്നും. യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ആ ഗോൽഗൊഥായിലെ മണ്ണാണ് എത്രയോ വാഗണുകൾ നിറയെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്. കാരണം അവർക്ക് നിർബന്ധമായിരുന്നു അത്ര ഒരു പവിത്രത ഉണ്ടായിരിക്കണം ഈ ഒരു സെമിത്തേരിക്ക് എന്നുള്ളത്. കാരണം അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ നോബിളായിട്ടുള്ള, അതുപോലെ പ്രമുഖരായിട്ടുള്ള റോമൻ സാമ്രാജ്യത്തിലെ ഉന്നത വ്യക്തികളെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗോൽഗൊഥായിൽ നിന്നും മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ഇതിന് ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. ശരിക്കും ഈ ചർച്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു നിർമ്മിതി ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ മുതൽ കാഴ്ചകൾ തുടങ്ങുകയാണ്. സാക്രോഫാഗസ് എന്നാണ് ഇങ്ങനെ പറയുന്നത്, അതായത് കല്ലുകൊണ്ടുള്ള ശവപ്പെട്ടികൾ. ഇത് മാർബിളാണ്, കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർബിൾ. ഈ കൽപ്പെട്ടികൾക്കുള്ളിലാണ് ഈ പ്രമുഖരായ വ്യക്തികളെ പലരെയും അടക്കം ചെയ്തിരിക്കുന്നത്. ഉണ്ടല്ലേ, 1270 മുതൽ. ഇതിൻ്റെ താഴെ ഈ ഫ്ലോറിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാം ഇവിടെ എല്ലാം ഒരുപാട് പ്രമുഖരായ വ്യക്തികളുടെയൊക്കെ കല്ലറകളാണ് ഇത് മുഴുവൻ. ഇതിനുള്ളിൽ ഭരണി പോലെ ഉള്ള ഇതിനകത്ത് ബോഡി വെച്ചതിന് ശേഷം ഒരു കല്ലിൻ്റെ പാളി കൊണ്ട് മൂടിയിരിക്കുക, അങ്ങനെയാണ് സാക്രോഫാഗസ് എന്നാണ് പറയുക. ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ വലിയ റോമൻ സാമ്രാജ്യത്തിലെ വലിയ പ്രമുഖരായ വ്യക്തികളെയൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ അടക്കിയിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ ഫ്രസ്കോസ് എല്ലാം ബെനോസോ ഗൊസോളി എന്ന് പറയുന്ന പ്രമുഖനായ പെയിൻറ്റർ തീർത്തതാണ്. പലതും മാഞ്ഞു തുടങ്ങി, പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നതായിരിക്കാം, എല്ലാം നശിച്ചു പോയതായിട്ട് കാണാം. വലിയ വലിയ കൽഭരണികളാണ്. ഉണ്ടല്ലേ, എത്രയോ വലുപ്പമാണ് നോക്കി. ഇത് എം ആണ്. ഉണ്ടല്ലേ, ഇതുപോലെയാണ് ഓരോന്നും. അതിനുള്ളിൽ ആണ് ശവശരീരം വെച്ച് ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഒരുപാട് കൽഭരണികൾ കാണാം. ഈ ഭാഗങ്ങളിലൊക്കെ ഫ്രസ്കോസ് കുറച്ചും കൂടെ വ്യക്തമാണ്. അത്രയധികം നശിച്ചു പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ടല്ലേ, എന്നാൽ താഴ്ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ പലതും നശിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ നോബിളായിട്ടുള്ള ആൾക്കാരെയൊക്കെ അടക്കം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇമേജും ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. വലിയൊരു കല്ലറ. ഇവിടെയൊക്കെ ഉള്ളതെല്ലാം ഓരോ കല്ലറകളാണ്. അന്റോണിയോ ഫെലിച്ചി, മത്തിയോ. ഫിബണാച്ചി സീക്വൻസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഫിബണാച്ചി നമ്പേഴ്സ്. ഒരു മാത്തമാറ്റീഷ്യനായിരുന്നു ഫിബണാച്ചി, വളരെ പ്രശസ്തനായ മാത്തമാറ്റീഷ്യൻ. അപ്പോൾ ഈ സീക്വൻസ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമായിരുന്നു. നമുക്കറിയാം എല്ലാ സിമ്മെട്രിയും അതുപോലെയുള്ള കാര്യങ്ങളും ഫ്ലവേഴ്സിൻ്റെയൊക്കെ പെറ്റലൊക്കെ ഇങ്ങനെ വരുന്നതും ആ ബ്യൂട്ടിയുടെ ഒരു കോൺസെപ്റ്റും ഇതെല്ലാം അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫിബണാച്ചി നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഇവിടെ കാണാം. കണ്ടില്ലേ. അപ്പം അങ്ങനെ പ്രമുഖരായ പല വ്യക്തികളുടെയും സ്കൾപ്ചേഴ്സും ഒക്കെയാണ് ഈ ഭാഗത്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ക്യാമ്പോ സാൻറ്റോയുടെ കാഴ്ചകളും ഒരുപാട് കണ്ടു, ഒരുപാട് ഫ്രസ്കോസ് കണ്ടു, ഒരുപാട് സ്കൾപ്ചേഴ്സ് കണ്ടു. ഇനിയും
ഈ ഭാഗത്തോടും വിട പറയാൻ നേരമായിരിക്കുകയാണ്. നമുക്ക് നടന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഈ ഭാഗത്തും ഒരു പ്രമുഖ വ്യക്തിയുടെ കല്ലറ കാണാം, ഉണ്ടല്ലേ. ഇപ്പോൾ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സെമിത്തേരി എന്ന് പറയാവുന്നത് അതിതായിരിക്കാം, നിസ്സംശയം പറയാം. അപ്പോൾ അങ്ങനെ പിസ ശരിക്കും അതിശയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പറയുന്നത് സ്ക്വയർ ഓഫ് മിറാക്കിൾ എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള കാഴ്ചകൾ അവസാനിപ്പിച്ച് നമുക്ക് പോകാം. ഇനി ഒരുപാട് കാഴ്ചകൾ ഇതുപോലെ കാണാനുണ്ട്. വീണ്ടും ഓർപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുകൊണ്ട് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതൊക്കെ കാണാനൊക്കെ ഇടയാകട്ടെ. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇനിയും വരാനിരിക്കുന്നു. So, bye for now.